നമ്മുടെ കേരളത്തിലെ എല്ലാ റബ്ബർ കർഷകരും വളരെ വിഷമത്തോടും പേടിയോടും കൂടെ ആകാംക്ഷയോടെ കാണുന്ന ഒരു കാര്യമാണ് റബ്ബറിനുണ്ടാകുന്ന പട്ടമരവെപ്പ്. അപ്പോൾ നമുക്ക് പട്ടമരവെപ്പ് മാറ്റിയെടുത്താലോ? അപ്പോൾ പട്ടമരവെപ്പ് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. പലരും ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെ അത് എൻ്റെ തോട്ടത്തിൽ മാറ്റിയെടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പട്ടമരവെപ്പ് മാറ്റിയെടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പട്ടമരവെപ്പ് വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങളും പട്ടമരവെപ്പ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റിയെടുക്കാമെന്നൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ റബ്ബർ കർഷകർ വളരെ പേടിയോടൊരു കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പട്ടമരവെപ്പ്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ആരംഭിച്ച് വളരെ പ്രതീക്ഷയോട് ടാപ്പിംഗ് ആരംഭിച്ച് 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ മരം പട്ടമരച്ച് പോകുന്നതായിട്ട് കാണുന്നത്. അതും ഏറ്റവും നല്ല മരം, ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന മരത്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതും വളരെയേറെ ഇരട്ടി വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോട് ഇരിക്കും. ആദ്യം നമുക്ക് നല്ല പാല് കിട്ടും, പിന്നീട് പാല് കിട്ടും, പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പം ഇത് പട്ടമരവിച്ച് പോകുന്നു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ റബ്ബറിനൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പം നല്ല വിലയുണ്ട്. നമ്മളുടെ റബ്ബർ റെയിൻ ഗാർഡ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്നും ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 4 ദിവസമേ വെട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 3 ദിവസമേ വെട്ടത്തുള്ളൂ. അത് കൃത്യമായിട്ട് തന്നെ ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കാലാവസ്ഥയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാലാവസ്ഥ മോശമാണെങ്കിൽ അന്ന് ടാപ്പിങ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കല്ലെങ്കിൽ നല്ല കാലാവസ്ഥയുള്ള സമയത്ത് ഒരു ദിവസം കൂടുതൽ വെട്ടിയാലും നമ്മൾ ഈ മഴ സമയത്ത് നമ്മൾ ടാപ്പിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ റബ്ബർ മരത്തിൻ്റെ പട്ടയിൽ വെള്ളം തെറിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അത് പട്ട അഴുകിപ്പോകാനായിട്ട് കാരണമാകുന്നു, പട്ട ചീഞ്ഞു പോകാൻ കാരണമാകുന്നുണ്ട്, പട്ട പഴുത്തു പോകാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഴയുള്ള സമയത്ത് നമ്മൾ ടാപ്പിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതലും നമ്മൾ റെയിൻ ഗാർഡ് ഇട്ടിരിക്കുന്ന തോട്ടങ്ങൾ, പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന തോട്ടങ്ങൾ കണ്ടാലറിയാം. നമ്മൾ പ്ലാസ്റ്റിക് പൊക്കി നോക്കുമ്പോഴത്തേക്ക് ഈ പട്ട ഒരുമാതിരി ആവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പട്ട പഴുത്തു പോകാനും പട്ടമരവെപ്പിനൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ പട്ടമരവെപ്പ് എന്ന് പറയുന്നത് രോഗമല്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പട്ടമരവെപ്പ് ഇത് രോഗമല്ല. ഈ റബ്ബർ മരത്തിൻ്റെ പാൽക്കുഴലുകൾ അടഞ്ഞു പോകുന്നു, അതാണ് ഈ പട്ടമരവെപ്പായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ റബ്ബറിന് വേറൊരു പ്രശ്നവും കാണത്തില്ല. ഈ പാൽക്കുഴലിൽ കൂടെ ഈ പാൽ ഇറങ്ങി വരുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ മുകളിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല കൂടുതൽ പാല് കിട്ടും. ഒരു 6 മാസം കഴിയുമ്പം അവിടെയും ഈ മരത്തെ പാല് നിന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഇടും, പട്ടയിടും, പിന്നെ നമ്മൾ ഷോർട്ട് വെട്ടി മുറിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ ഈ പാൽക്കുഴലിൽ കൂടെയുള്ള പാല് വരുന്നില്ല, ബ്ലോക്കായി പോവുകയാണ് സംഭവം. അപ്പോൾ നമുക്കിതെങ്ങനെ വരാതിരിക്കാനായിട്ട് നോക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ മഴ സമയത്തുള്ള ടാപ്പിംഗ് ഒഴിവാക്കുക എന്നുള്ള. മഴ സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടാപ്പിംഗ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ ടാപ്പിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ അടുപ്പിച്ചുള്ള ടാപ്പിംഗ് ചെയ്യാതിരിക്കുക. നമ്മൾ 1-1.5 ദിവസങ്ങൾ നമ്മൾ ടാപ്പിംഗ് ചെയ്യാം. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പട്ട കൂടുതലായിട്ട് ചീവി കളയേണ്ടാതെ വരും. അത് പട്ട കറുത്തു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പാലുൽപാദനം കുറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ രീതി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ 1-1.5 തന്നെ ടാപ്പിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തണ്ണിപ്പട്ടയോട് ചേർത്ത് ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഈ മരത്തെ കൊള്ളാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ മരത്തെ കൊണ്ട് കഴിയുമ്പോൾ ഈ മരത്തിലോട്ട് പോകുന്ന ജലം ഒക്കെ അവിടെ വെച്ച് ലീക്കായി പുറത്തു പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാന്ന് പറഞ്ഞാലും നമ്മൾ ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ എപ്പോഴെങ്കിലും ആ മരത്തിൽ നിന്ന് കൊള്ളാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തണ്ണിപ്പട്ട ഇട്ട് ശകലം വിട്ട് ടാപ്പിംഗ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തീർത്തങ്ങ് നമ്മൾ തണ്ണിപ്പട്ടയോട് ചേർത്ത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെ എത്ര പരിചയം ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ നമ്മൾ മരത്തെ കൊള്ളാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തടിയെ കൊള്ളാതെ നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് പട്ടമരവെപ്പ് ഒഴിവാക്കാനുള്ള ഒരു കാരണമാണ്. അങ്ങനെ നമ്മൾ തടിയെ കൊള്ളാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ റബ്ബർ മരത്തിൻ്റെ പട്ടമരവെപ്പ് വരാതിരിക്കാനായിട്ട് നോക്കാം. ചിലർ പറയും പണ്ട് കാലത്തെ നാടൻ മരങ്ങളിൽ ഈ പട്ടമരവെപ്പൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അല്ല, എല്ലാ മരങ്ങൾക്കും ഉണ്ട്. എല്ലാ ഇനം മരങ്ങൾക്കും ഈ പട്ടമരവെപ്പ് വരാറുണ്ട്. ആ പാൽക്കുടലുകൾ മരവിച്ച് പോകുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഈ ബ്ലോക്ക് മാറി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അതേപോലെ നമുക്ക് പാലുൽപാദനം വർദ്ധിക്കും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ മരവിച്ച് പോയ മരത്തിൻ്റെയും പട്ടമരപ്പ് മാറി നല്ല ഉൽപ്പാദനം വന്ന മരങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം, ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. 6 മാസം നമ്മൾ ഒരു സൈഡ് ടാപ്പിംഗ് ചെയ്യുക, അടുത്ത 6 മാസം അടുത്ത സൈഡ് ടാപ്പിംഗ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ ഈ പട്ടമരപ്പ് ഉണ്ടാവാനുള്ള സാധ്യതകൾ 95% കുറഞ്ഞു കിട്ടും എന്നാണ് എൻ്റെ തോട്ടത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം.
അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉൽപ്പാദനവും കൂടുതലായിരിക്കും. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഉൽപ്പാദനം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് ഏറ്റവും റബ്ബർ കർഷകർക്ക് ഏറ്റവും ഒരു നേട്ടം തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഒരു സൈഡ് തന്നെ അങ്ങ് ടാപ്പിംഗ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. നമ്മൾ ആ പ്രതീക്ഷിച്ച ആ പാല് കിട്ടില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പാല് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ആയാലും മുകളിൽ തൊട്ട് ടാപ്പിംഗ് ചെയ്ത് അടിവശത്ത് വരുമ്പോഴത്തേക്ക് പകുതി കൂടുതൽ മരങ്ങളും പട്ടമരച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ 100 മരം എടുത്തു കഴിഞ്ഞാൽ 1-2 മരമൊക്കെ അങ്ങനെ പോകുമെങ്കിലും ബാക്കി 98 മരങ്ങൾ നമുക്ക് കിട്ടും. പട്ടമരപ്പില്ലാതെ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ തോട്ടത്തിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ പട്ടമരപ്പ് വന്ന മരം ഇനി എന്ത് ചെയ്യണമെന്നും കൂടെ പറയാം. അപ്പോൾ പട്ടമരപ്പ് വന്ന മരങ്ങൾ നമ്മൾ ഒരു വർഷം ടാപ്പിംഗ് ചെയ്യാതിട്ട് നോക്കുക. ടാപ്പിംഗ് ചെയ്യാതിട്ടതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും മരത്തിൻ്റെയൊക്കെ ബ്ലോക്ക് മാറി കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ ഈ പട്ടമരപ്പ് ആരംഭത്തിലെ തന്നെ നമ്മുടെ ഈ മരം ടാപ്പിംഗ് നിർത്തിയിടണം. പൂർണ്ണമായിട്ട് പട്ടമരച്ച് കഴിഞ്ഞിട്ട് ടാപ്പിംഗ് നിർത്തിയിടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പട്ടമരപ്പ് ആരംഭമാണെന്ന് കാണുമ്പോഴേ നമ്മൾ നിർത്തിയിടുക. എങ്ങനെയാണ് ആരംഭമാണ് കാണുന്നത്? അപ്പോൾ നമ്മൾ തുള്ളി തോരാതെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും രാവിലോട്ട് വൈകുന്നേരം വരെ. അതാണ് ഇതിൻ്റെ ലക്ഷണം. ആ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ടാപ്പിംഗ് ആ മരം നിർത്തിയിടുക. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് ഒരു വർഷം നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന മരം നമ്മൾ തീർത്തും നമുക്ക് ഇത് മാറി കിട്ടുന്നുണ്ട്. പൂർണ്ണമായിട്ടാണെങ്കിലാണ് പൂർണ്ണമായിട്ട് ബ്ലോക്കായി പോയതാണ് നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് പ്രയാസമായിട്ട് വരുന്നത്. ആദ്യം ഒരു വർഷം നമ്മൾ നോക്കണം. പിന്നെ അതിനുശേഷം ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ആ റബ്ബർ മരത്തിന് കൊടുക്കുന്ന റെസ്റ്റിങ്ങിലൂടെ നമുക്ക് ഈ പട്ടമരപ്പ് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തോട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഒരു വിജയമായിരുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ലൈക്കും ഹൈപ്പും ഒക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താഴെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.